റിയാക്റ്റിൻ്റെ എറർ ഹാൻഡ്ലിങ് അതൊരു കോംപ്ലിക്കേറ്റഡ് ആണോ എങ്കിൽ അതിന് സിമ്പിളായിട്ട് AI നമ്മളെ ഹെൽപ്പ് ചെയ്യും. എറർ ഹാൻഡിൽ ശരിക്കും നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം പ്രോജക്റ്റിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ യൂസർക്ക് ഇതൊരു ഇറിറ്റേഷൻ വരും. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴോ ഒരു API കിട്ടാതെ വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ഒരു മെസ്സേജാണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ടോയ്സ്റ്ററോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഇതായിട്ട് കാണും യൂസർക്ക്. ഓക്കെ, എന്താണ് പ്രോബ്ലം? പല ചില സൈറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റും എന്താ നമുക്കും മനസ്സിലാവുന്നത്, യൂസർക്ക് മനസ്സിലാവില്ല എന്താണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ നമ്മൾ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് നോക്കിയിട്ടാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാറ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു പാസ്വേഡിന് ഇപ്പോൾ കാണാം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം, അല്ലെങ്കിൽ നമ്പേഴ്സ് വേണം എന്നുള്ളൊക്കെ, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടർ വേർഡ്സ് വേണം എന്നുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും. ഇതിൽ ഏതാണ് നമ്മൾ മിസ്സായതെന്നുള്ള കറക്റ്റ് കാണിച്ചു തരാൻ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ AI അനലൈസ് ചെയ്ത് തരും. നമ്മൾ ChatGPT അനലൈസ് ചെയ്ത് തരും. ഇതൊക്കെ ഈ കോഡ് കൊടുത്താൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെ എറർ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് ആക്കി ചെയ്യണമെങ്കിൽ അത് പറഞ്ഞു തരും. അപ്പോൾ ഈ സജഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും വേണ്ട സജഷൻസ് ആണല്ലോ. സജഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, പ്രശ്നമുള്ള കേസല്ല. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീൻ കോഡ് നമ്മളെ പ്രോജക്റ്റിൽ എഴുതാൻ പറ്റും.